ഉം, നമസ്കാരം. മറ്റേ ആദ്യത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ഭീഷ്മ യുധിഷ്ഠിര സംവാദേ എന്തോ ഒരു സംഭാഷണം ഇടയ്ക്കാണ് ഈ വിഷ്ണുവിനെ പ്രകീർത്തിക്കുന്നത്. നമ്മുടെ വിഷ്ണു ഇപ്പോൾ നമ്മുടെ ആഴം അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൽ ഗ്രാമങ്ങളിൽ ശ്രീകൃഷ്ണനുള്ള ഒരു പങ്ക്, അത് ഓരോ ഗ്രാമങ്ങളിലും ശ്രീകൃഷ്ണൻ ഈ കുരുക്ഷേത്രത്തിന് മുമ്പ് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെ അറിയപ്പെട്ടു എന്നുള്ളത് ആർക്കും വലിയ പിടുത്തൊന്നുമില്ല. അന്ന് എപ്പോഴോ എവിടെയോ ആർക്കോ ദൈവികത്വം കൽപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക്. പക്ഷേ അപ്പോൾ ഈ ഓണംകളി ഈ അഭിമന്യുവിൻ്റെ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ഇവരുടെ ഒരു ഓണംകളിയുടെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേകതരം ഒരു പത്മവ്യൂഹം പോലെയാണ് ഈ ഓണംകളി കെട്ടിവെച്ചാണ്. ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരാൾ പാട്ട്, പിന്നെ അതിന് താഴെ അതിന് താഴെ ഒരു വട്ടം, അതിന് താഴെ വേറൊരു വട്ടം, അതിന് താഴെ അടുത്ത വട്ടം, 4 വട്ടം, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഓണംകളി എന്ന് പറഞ്ഞ സാധനം പോയാണ്. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ പുലയ മഹാരാജാവുകൾ ഉണ്ടായിരുന്നു. അത് സന്ദീപ് ബോജസ്പതി സാറ് എവിടെയോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുലയ രാജാവ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അത്രയ്ക്ക് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ഗ്രാഹ്യമായിരുന്നു എല്ലാവർക്കും. എവിടെയാണോ ഈ ഓരോ ഗ്രാമത്തിലോ ഗ്രാമസഭകളോ ചെറുതായിട്ടുള്ളത് അവിടെയൊക്കെ എവിടെയാണ് ധർമ്മം അധിഷ്ഠിതമായിട്ടുള്ളത് അവിടെ ജാതി ഉണ്ടായിരുന്നില്ലേ, അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു ധർമ്മമുള്ളിടത്ത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഇതിൽ ഇവരുടെ ഒരുപാട് രാമായണത്തെയും സീത എല്ലാവരെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ ഭയങ്കര ഇതിനെ. പക്ഷെ ഇവർ അങ്ങനെ ഈ ഓണംകളി ഈ ഓണ സമയത്തൊക്കെ ഹിറ്റുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും, ഇപ്പോൾ യൂട്യൂബ് ചാനൽ വന്ന പിന്നെ പാട്ടുകളുണ്ടെങ്കിൽ തന്നെയും ഈ സിനിമ സംബന്ധമായിട്ട് അങ്ങനെ ഇവർ വന്നിട്ടില്ല. ഈ ഓണംകളി ഈ ലിജോ പെല്ലിശ്ശേരിയുടെ ഈ അങ്കമാലി ഡയറീസ് കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും ലിജോ സാറിൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഓണംകളി ബേസായിട്ട് ചേട്ടൻ്റെ ഒരു ട്യൂൺ ഓഫ് ഒരു മേക്കിങ്ങിൽ ഈ ഓണംകളി ബേസിൽ ചേട്ടന് സുഖമായിട്ട് ഒരു സിനിമ ചെയ്യാവുന്നുള്ളൂ. ഈ പാട്ട് ഇപ്പോൾ അങ്കമാലി ഡയറീസിൽ തന്നെ എട്ടുനാടും കീർത്തിപ്പെട്ടോ രംഗമാലി താലപ്പള്ളി ലങ്കമേഴും വാണരുളും ഗീവറുഗീസേ അതിലൊരുപാട് ഈ ഒരു നാടൻ പാട്ടുകൾ. അടിട്ടമറടിക്കണ കാലമായടി തീയാമേ കാശിൻ്റെ അത് അധ്വാനത്തിൻ്റെ ഒരു പാട്ട്. പിന്നെ താനന്തിന താനും താനന്തിന താരും. പിന്നെ പണ്ട് നമ്മുടെ കോളേജിലൊക്കെ പാടിയായിരുന്നു തകൃത ചെമ്പക ജീരക വിത്തെല്ലാം അവൾ അങ്ങനത്തെ കുറേ പാട്ടുകൾ. പിന്നെ അതിലത്തെ വേറെ പാട്ട് ഭയങ്കര ഗ്രേറ്റ് പാട്ടാട്ടോ, മറ്റേ തൂ നാനേന നീനത്തരിമ്പേ നാനേന. ആ പാട്ട് വെച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു അധ്വാനത്തിൻ്റെയും ഒരു പാട്ടുകൾ. അപ്പോൾ ആൾക്കൊരു ഓണംകളി ബേസിലൊരു സിനിമ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം, സിനിമ. അപ്പോൾ ഈ ഓണംകളി അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ രചിതാക്കൾ ഭയങ്കര ഗ്രാഹ്യമുള്ളവരാണ് ഇവർ. ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, രാമായണത്തിലെ രാമൻ, സീത, ഇതൊക്കെ തന്നെ ഭയങ്കര ഗ്രാഹ്യമായിട്ട് പഠിച്ച് ആ താളത്തിൽ എഴുതി ഭയങ്കര രസമുള്ള ട്യൂണുകളും കൂടിയാണ് ഇവരല്ലാതെ. ഒരുപാട് ഒരു 70-80% പാട്ടുകൾ. പിന്നെ തന്നെ ഇവരുടെ പോരുവിളി പാട്ടുകൾ, ഈ തെരളി എന്ന് പറയാൻ എനിക്കറിയില്ല. തെരളി ഞാൻ കേട്ടിട്ടുണ്ട്, തെരളി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഗ്രാഹ്യമൊന്നും എനിക്കില്ല. പിന്നെ ഇവരുടെ പോരുവിളി പാട്ടുകളും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതൊരു പത്മവ്യൂഹം മെനഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു ഇത് പോയത്. ഭയങ്കര അറിവുള്ള ആൾക്കാരായിരുന്നു നമ്മളെ ദളിതരെന്ന് പറയുന്നത്. നമ്മുടെ ഹിന്ദുവിൽ ആരും മോശമല്ല എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ എവിടെയാണോ ബ്രാഹ്മണർക്ക് ഇപ്പോൾ ചണ്ടാലനോട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒരു ധർമ്മം അറിയാണ്ട് ഒരു വിഷമം തോന്നുന്ന ആ സമയത്തൊക്കെ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അറിവ് മാറ്റി കൊടുത്തിട്ടുണ്ട് പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും. ഇവരുടെ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഞാൻ ഓണങ്ങളിൽ പാട്ട് ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ചില പാട്ടുകൾ ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ഓരോരുത്തർ പാടുമ്പോൾ ഇഷ്ടാവുള്ളൂ. അതിൽ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ നിങ്ങളൊക്കെ അറിയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്. തന്നെ ഈ മത്സ്യഗന്ധി എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടാണ് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ഈ മത്സ്യഗന്ധി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും അതിൽ ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ഭക്തി. മത്സ്യഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അപ്പോൾ ഇതിൻ്റെ
ഇതിൻ്റെ കാമുകനാരാ നമുക്കറിയില്ല. ഈ മത്സ്യഗന്ധി എന്ന് പറയുമ്പോൾ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ളവൾ എന്നാണല്ലോ അർത്ഥം. മത്സ്യം കഴിഞ്ഞിട്ട് വെജിറ്റേറിയനായ ഒരു വ്യക്തിയുടെ അടുത്ത് മത്സ്യം കഴിച്ച ഒരു പെൺകുട്ടി വന്നിട്ട് ആ ഒരു സ്നേഹത്തിൻ്റെ ഗന്ധമാണോ മത്സ്യഗന്ധിയുടെ അർത്ഥം എന്ന് എനിക്കറിയില്ല. കാരണം ഇത് മുഴുവൻ കേട്ടിട്ടില്ല. 5-6 വരികൾ ഇങ്ങനെ പാടി കേട്ടിട്ടുള്ളൂ ഓരോരുത്തർ. അപ്പോൾ അവരുടെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മത്സ്യഗന്ധിയുടെ ഒരു 2 വരി നമ്മുടെ സുഹൃത്ത് പാടിയ ഞാൻ ഇന്ന് ജസ്റ്റ് പാടിയെന്ന് വീണ്ടും കേട്ടു. അപ്പോൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞാനത് എഴുതിയെടുത്തിട്ട് അവരുടെ ഒരു ഗ്രാഹ്യം ആഴം നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ഒരു മറ്റുള്ളവർ ഞാൻ എല്ലാവരും അവരെ കഴിവ് കുറച്ച് കണ്ടു എന്നല്ല ഞാൻ പറയണത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഭയങ്കര ആഴമുള്ള ഗ്രാഹ്യമുള്ള പഠനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഓണംകളി രചയിതാക്കൾ എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിൽ വ്യാസനും ഈ ശ്രീകൃഷ്ണനും ഒക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ട്. അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയോ അന്യം നിന്ന് പോയത്. എങ്ങനെ അന്യം നിന്ന് പോയി, എന്തുകൊണ്ട് പോയി എന്നുള്ളത് നമുക്ക് പക്ഷെ അതൊക്കെ തിരിച്ചു വന്നു. ഇവിടെ വീണ്ടും പുരാണവും ഭക്തിയും എല്ലാ കാര്യങ്ങളുമായി. ഇപ്പോൾ മറ്റേ ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഈ ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചായിരുന്ന കുറേ വിദ്യാഭ്യാസമുള്ള ഒരു അക്കാദമിക് നിലവാരമുള്ള വിഡ്ഢികൾ ഇപ്പോഴും ആ പോയിന്റിലാണ് നോക്കി നിൽക്കുക. ആ പോയിന്റിൽ തന്നെ ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ നോക്കി നിൽക്കുക. ഈ മറ്റേ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിട്ട് ഈ കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ശമ്പളമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെയുള്ളത് ഈ പാവപ്പെട്ടവരെ പിഴിഞ്ഞ് പിടിക്കണ നികുതിയാണ്. നികുതി മറ്റേ നമ്മുടെ യക്ഷൻ യമധർമ്മൻ യുധിഷ്ഠിരനോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ രാജാവിന് നികുതി കൊടുക്കുന്ന കാരണം എന്ന് പറയുമ്പോൾ രാജാവിനോടുള്ള ഭയം കൊണ്ടെന്ന് പറയുന്നുണ്ട് ഒരെണ്ണം. അതൊരു തെറ്റാ. അത് ആ ഏരിയയിലൊരു തെറ്റാന്ന് എനിക്ക് തോന്നി. അതല്ല അടുത്ത വിഷയം നികുതിയുടെ. അപ്പോൾ അയ്യോ പെട്ടെന്ന് വരിന്ന് പോയില്ലോ, പിടുത്തം വിട്ടു. അപ്പോൾ യുധിഷ്ഠിരൻ രാജാവ് ഈ നികുതി ഇവരുടെ കേസ് പറയുമ്പോൾ പിടുത്തം വിടും. ഇതാണ് എൻ്റെ കേസ്. നിങ്ങളോട് എപ്പോൾ പറഞ്ഞാലും നമ്മുടെ ആ മൊത്തത്തിലുള്ള ഫ്ലോ അങ്ങോട്ട് പോകും. ഒരു ധർമ്മമില്ല സ്നേഹമില്ലാത്ത കുറേ വിഡ്ഢിക്കുണ്ടന്മാർ ഇന്ന് ആരും നശിപ്പിക്കാനായിട്ട് നടക്കാൻ കുറേ പെണ്ണുങ്ങളെ കുറ്റം പറയാനും പാടില്ല. നിങ്ങളുടെ വിചാരം ഈ തീട്ടക്കുശുമ്പായിട്ട് കുറേ ആൾക്കാർ ഈ നാടിനെ നശിപ്പിച്ച് വെച്ചിട്ട് എല്ലാ ഹിന്ദുവിൻ്റെ മേത്തേക്ക് വയ്ക്കണ കുറേ ഊമ്പികൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതിൽ ദേഷ്യം വരെയാണ് നമുക്കൊന്നും മോശം പദങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ലടോ. നമുക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ അത്ര വിദ്യാഭ്യാസം അതേപോലെ സ്നേഹിച്ചൊരു ജീവിതത്തില. പിന്നെ ഈ മോശം പദങ്ങൾക്ക് മുമ്പുള്ള ഒരു മലയാളം സംസാരിക്കുന്ന ഒരേ ഒരു എഴുത്തുകാരൻ ഈ തിരുവനന്തപുരത്തുള്ള ഒരു പോങ്ങമൂടൻ എന്ന് പറഞ്ഞൊരു ബ്ലോഗറാണ്. ആള് നമ്മുടെ ഒരു പാലാ നാരായണപിള്ളയുടെ ചെറുമകനാണെന്നാണ് ഞാൻ കേട്ടത്. ഞാളെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷേ ഈ പാലാ നാരായണപിള്ളയുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങൊരു ഭയങ്കര മലയാളത്തിലെ ഗ്രാഹ്യമുള്ള ഭാഷകൾ ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കര ആരാധനയാണല്ലേ. ഒരു പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ആളൊക്കെ അതും മറന്നുണ്ടാവാം, എനിക്കറിയില്ല. പോങ്ങമൂടൻ ഹരീഷ് എന്നുള്ള പേര്. അപ്പം ഈ ഇത് പറയുന്ന കാരണം അപ്പം ഈ മോശം പദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന പദങ്ങളെ മലയാളീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരാളാണ് ഈ പോങ്ങമൂടൻ തോന്നുന്നു എഴുത്തുകാരുടെ ഇടയിൽ. എനിക്ക് തോന്നുന്നു നമുക്കൊന്നും അതറിയില്ല. നമ്മളൊക്കെ ശിശു. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മത്സ്യഗന്ധി അതിൻ്റെ 2 വരി ഞാനൊന്ന് ചൊല്ലാം. കാലം കഴിയും തോറും നാളേക്കായി നീ എൻ്റെ കാണികൾ കേൾക്കാൻ നല്ല കഥയുരപ്പാൻ. ഭാരതം മഹാഭാരതം ഇതു വേദവ്യാസൻ്റെ ജീവിതം. അതിൽ നമ്മൾക്കുള്ള ഭാരതം, അതിൽ നമ്മൾക്കുള്ള ജീവിതം. വേദവ്യാസൻ്റെ ചരിത്രത്തെയൊന്നു ഇവിടെ ഞാൻ ലോകജനങ്ങൾക്കായൊന്ന് കുറിച്ചിടുന്നു. ലീലാംബര നയന വിലാസം ചോലകളിൽ ലീലകളാടി കാലികളെ മേയ്ക്കും കണ്ണൻ. നീലച്ചുരുൾ മൂടിയിൽ പീലിച്ചൂടി ലീലയാടി വാസുദേവനന്ദനനെ കൈത്തൊഴുന്നു ഞാൻ. ഭാരതം മഹാഭാരതം ഇതു വേദവ്യാസൻ്റെ ജീവിതം.
ഇതിലെന്തിട്ടൊക്കെ പറയാത്തെന്ന് ആലോചിക്കുക. അവരുടെ വിനയം, ഭക്തി. എന്താണ് ഈ വ്യാസൻ, എന്താണ് ഈ ഇത് എത്രയോ കൊല്ലം മുമ്പ് എഴുതാന്നറിയോ? നമ്മുടെ പുരാണങ്ങളും ഈ മഹാഭാരതവും രാമായണത്തൊക്കെ ഈഴ്ത്തി കേട്ടുന്ന ആൾക്കാർ നമ്മുടെ ദളിതരുടെ കലാകാരന്മാരെ അറിയണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരുടെ പാട്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിൽ ഒരുപാട് സമൃദ്ധിനെയും കുറിച്ചും ഓണത്തിനെ കുറിച്ചും വിഷുവിനെ കുറിച്ചും സീതയെക്കുറിച്ചും രാമനെ കുറിച്ചും പുരാണ ഹനുമാനെക്കുറിച്ചും ഇതിൻ്റെ തമാശയും പോരുവിളിയും എല്ലാം ഉള്ള ഒരുപാട് ഭയങ്കരമായ എഴുത്തും പാട്ടുള്ള ഒരേ ഒരു കലാരൂപമാണ് ഇത്. മറ്റുള്ള കലാരൂപങ്ങൾ ഞാൻ ഗ്രാഹ്യത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും. ഹരനെ പരനെ ശിവനെ കളിവളയത്തിൽ വരണേ, കാലിലെ വിഘ്നങ്ങൾ അകറ്റാൻ നീ സദസ്സിൽ വരണേ. രാമായണ കഥയിലെ സീത, രാമനു പ്രിയപതിയാം സീത, ജനകനു പ്രിയ മകളാം സീത, ലക്ഷ്മീദേവി സർവൈശ്വര്യവതിയാം സീത, ലക്ഷ്മീദേവി അവതാരമെടുത്തവളാം സീത, സുന്ദരമാമല്ലികളാലെ ജ്വലിപ്പവളാം സീത. സീതയെ കുറിച്ചിട്ട് പിന്നെ ഓരോ പാട്ടുകൾ അത് ഇത്തിരി പഠിച്ചിട്ട് പാടാൻ വിചാരിക്കും. മറ്റേ ഓരോ വിഷമങ്ങൾ, മറ്റേ ഇന്ദ്രിയത്തിൻ്റെ മരണത്തിൻ്റെ പാട്ടുകൾ ഒരുപാട്. പിന്നെ ഇവരെ തന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എഴുതിയ എന്നും വരും വഴിവക്കിൽ ഇനി എന്നോടൊന്നു മിണ്ടാൻ, പെണ്ണേ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം, ഇങ്ങനത്തെ പ്രേമപ്പാട്ടുകൾ. പിന്നെ മദനൻ സാങ്കല്പിക കഥാപാത്രമാണെന്ന് നമുക്കറിയില്ല. കാണാദൂരത്തു നിന്നും നായകനാം രമണൻ മദനനൊത്ത്, കാടും മലമേടും കടന്ന് ആടുകളെ തീറ്റി നടന്ന്, ഇങ്ങനത്തെ പാട്ടുകൾ. പിന്നെ എത്രയോ പാട്ടുകൾ, ഒത്തിരി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഗ്രാഹ്യവും അർത്ഥമുള്ള എത്രയോ പാട്ടുകളാണ് ഇവരെ കൂടെ ഉള്ളത്. പിന്നെ ഒരു പാട്ട് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ചിങ്ങയപ്പൻ, മറ്റേ തിരുവോണത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ. പിന്നെ ഹനുമാൻ ഗണപതിനെ കുറിച്ചിട്ടുള്ള മറ്റേ ഒരു ഭയങ്കര, അതിൻ്റെ പേര് തരളിതൊന്നും അറിയില്ലേ, ബ്രഹ്മവംശജൻ തനതൻ പണ്ട് ബ്രഹ്മാവിനുപദേശാൽ കൊണ്ട് പറഞ്ഞിട്ട് മറ്റേ രാവണൻ ശിവനെ പരീക്ഷിക്കാനായിട്ട് എന്തോ ഗണപതിനെ ശിവൻ ഭക്ഷണം കഴിക്കാൻ വിടണം. ഗണപതി തവിട് പൊടിയാക്കിയിട്ട് രാക്ഷസന്മാരോടിയ ഒരു കഥ. ഗണപതി ഭഗവാനൂണ് തുടങ്ങാൻ തിണ്ണയിൽ വച്ച് തകതേതേ, ഗണപതി ഭഗവാനൂണ് തുടങ്ങി വിഭവമതങ്ങനെ തീർന്നു തുടങ്ങി, രാക്ഷസരോടണ് കുമ്പ കുലുങ്ങി, ചെമ്പുകുടങ്ങള് ചെപ്പുകലങ്ങളതൊക്കെ വിഴുങ്ങുന്നു തകതേതേ. അങ്ങനെ പോണ പാട്ടുകൾ. മേദിനി ഞെട്ടി നിന്നു എന്ന് പറഞ്ഞ പാട്ട് നല്ല മേഘനാഥൻ, മറ്റേ ഇന്ദ്രജിത്തിൻ്റെ ഭയങ്കര വിഷമം തോന്നുന്ന അതൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. പക്ഷെ അതിന് മുമ്പേ തന്നെ എന്തോരം പാട്ടുകളാണ് ഇവർ എഴുതി കൂടിയായിരുന്നു അറിയാം. ഇതിൻ്റെ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ തലങ്ങൾ സംഗീതം മാത്രമല്ലെങ്കിലും ഭയങ്കര ഗ്രാഹ്യമാണ് ഈ മഹാഭാരതവും രാമായണവും. ഇതിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ചിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്. ദശരഥനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു മുഗൾ സാംസ്കാരിക ലോകത്തേക്ക് ഇങ്ങനെ എത്താത്ത ഒരു വിഭാഗമാണെങ്കിലും ആരോടും തോൽക്കാത്തവരായിട്ടൊരു ജനവിഭാഗമാണ് ഈ ദളിതരുടെ ഈ കലാസ്നേഹം എന്ന് പറയുന്നത്. അതിൽ മെയിൻ ഈ ഓണംകളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയ്ക്കുള്ളൂ. ഇപ്പോൾ 14 മിനിറ്റായി. ഇപ്പം എന്തൊരു വേഗം സമയം പോണു. ഞാൻ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിന് അപ്പുറത്ത് എന്തൊരു വേഗം സമയം പോണു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പഴയ പോലെ തന്നെ കുറേ ആൾക്കാർ ലൈവും എടുത്തുകൊണ്ട് പോലും പരിപാടികൾ തന്നെ. പക്ഷെ ഇത് കാത്തിരിക്കണ കുറേ ആൾക്കാർ. എൻ്റെ അങ്ങനെ ഒരു എവിടെയോ യാതൊരു നമുക്ക് കഴിവുണ്ടായിട്ടല്ല. ഇത് ഒരു എവിടെ കാണാൻ കൊണ്ടാണ് നടക്കുന്ന ടീമുകൾക്കൊക്കെ ഇത് തന്നെ ഒരു ജീവിതം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൊബൈലും നമ്മുടെ അനക്കവും ഈ കേട്ടിരിക്കുന്ന കുറേ ടീമുകൾ. അതല്ലല്ലോ നെഗറ്റീവ്. എന്തൊരു നെഗറ്റിവിറ്റികൾ ആലോചിക്കുമ്പോൾ നെഗറ്റീവ് വരുന്നു. അയ്യോ, തലയില്ല ഇന്ദ്രജിത്തിൻ്റെ ശരീരം,
കെട്ടിപ്പിടിച്ചു കരയുന്ന നേരം അമ്മ തൻ ജീവൻ്റെ ജീവനാമുത്തെ ലോകം വിറപ്പിച്ച ധീരനാം ജിത്തെ എന്തു കിടപ്പാണേടാ കണ്ടു ചങ്ക് തകരുന്നേടാ ഞാൻ കൂടി പോന്നിടട്ടെ അമ്മയ്ക്കൊരുമ്മയേകാൻ മേദിനി ഞെട്ടി നിന്നു മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊഴിഞ്ഞു പോർക്കളം ഞെട്ടി നിന്നു മണ്ടോദരി മണ്ടോദരി രാവണന്റെ ഭാര്യ മണ്ടോദരി വാർത്ത അമ്മ അയ്യോ മേഘനാഥൻ മരിച്ചു അത് രാമനെ പ്രകീർത്തിക്കുന്നുണ്ട് ഓരോത്തിന് സന്ദർഭം ഓരോ വായനയിലും ആഴം കെട്ടുമ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരും എഴുതാനുള്ള ഒരുപാട് എഴുത്തുകാരാണ് ഇവരിലുള്ളത് ഓണംകളി ഇപ്പോൾ ഈ ഓണംകളിയുടെ ഒരു എപ്പിസോഡ് ഒരു അരമണിക്കൂറിൻ്റെ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം ഇത് വലിയ ഗ്രേറ്റ് ഒന്നുമല്ല നമ്മൾ പറഞ്ഞു ഈ മത്സ്യഗന്ധി എന്ന് പറഞ്ഞത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അറിവാണ് മത്സ്യഗന്ധി അതിൻ്റെ സാരാംശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മത്സ്യഗന്ധി എന്താണ് പുരാണം എന്താണ് അതിൻ്റെ കഥ എന്ന് എനിക്കറിയില്ല ഈ മത്സ്യഗന്ധിനെ പ്രേമിച്ചത് ആരാണെന്ന് നമുക്കറിയില്ല ഈ വരിയല്ലാണ്ട് ഇതിൻ്റെ ആഴത്തിലേക്ക് ഇനി അറിയില്ല കാരണം ഇത് ഒരു പുസ്തകത്തിലോ ആയിട്ടില്ല ഈ എവിടെയോ കേട്ടറിഞ്ഞാരോ പാടുന്നതാണ് മത്സ്യഗന്ധി അത് യൂട്യൂബിലും ഇല്ല അല്ലെങ്കിൽ മറ്റേ ഇത് എഴുതിയ ആൾക്കാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കണില്ലേ ആരോ അതും ഏകദേശം 60 65 70 വയസ്സായ ആൾക്കാരാണ് അത്ര സ്നേഹമുള്ള ഓണങ്ങളി പാട്ടുകാരാണ് ഇതൊക്കെ പാടുന്നത് അങ്ങനെയാണ് ഈ മത്സ്യഗന്ധി എത്തിപ്പെട്ടത് മത്സ്യഗന്ധി എന്ന് പറഞ്ഞു ഓർമ്മ ഒന്നും മാത്രമേ ഉള്ളൂ മത്സ്യഗന്ധി വരും നമ്മുടെ വിഷയം നന്ദി നമസ്കാരം 16 മിനിറ്റ് ശരി ഗുഡ് നൈറ്റ്